നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ആം ആദ്മി പാർട്ടിയിൽ നിന്നും ആ പാർട്ടിയെ ഞെട്ടിച്ചുകൊണ്ട് BJPയിലേക്ക് പോയ രാജ്യസഭാ MP സന്ദീപ് പഥക്കിനെതിരെ ഇപ്പോൾ കേസുകൾ രജിസ്റ്റർ ചെയ്ത് പകരം വീട്ടുകയാണ് പഞ്ചാബ് പോലീസ്. പഞ്ചാബ് ഭരിക്കുന്നത് ആം ആദ്മി പാർട്ടിയാണ്. പഞ്ചാബ് പോലീസാണ് ഇപ്പോൾ 2 FIRകൾ MP സന്ദീപ് പഥക്കിനെതിരെ എടുത്തിട്ടുള്ളത്. ലൈംഗിക പീഡനത്തിനും അഴിമതിക്കും ഒക്കെയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജാമ്യമില്ല കുറ്റം ചുമത്തിക്കൊണ്ടാണ്, അല്ലെങ്കിൽ ജാമ്യമില്ല വകുപ്പുകൾ ചുമത്തിക്കൊണ്ടാണ് സന്ദീപ് പഥക്കിനെതിരെ കേസെടുത്തിട്ടുള്ളത്. സന്ദീപ് പഥക്കിനെ അറസ്റ്റ് ചെയ്യാനാണ് പഞ്ചാബ് പോലീസിൻ്റെ നീക്കം. അതിനുവേണ്ടി പഞ്ചാബ് പോലീസ് സന്ദീപ് പഥക്കിൻ്റെ ദില്ലിയിലെ വസതിയിൽ ഇന്ന് എത്തുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം തന്നെ ദില്ലി പോലീസും സന്ദീപ് പഥക്കിൻ്റെ വീട്ടിൽ എത്തിയിട്ടുണ്ട്. സന്ദീപ് പഥക്കിൻ്റെ പരാതി പ്രകാരമായിരിക്കാം ഒരുപക്ഷെ ദില്ലി പോലീസ് എത്തിയത്. ദില്ലി പോലീസും പഞ്ചാബ് പോലീസും ഇപ്പോൾ ദില്ലിയിൽ സന്ദീപ് പഥക്കിൻ്റെ വീടിന് മുന്നിൽ മുഖാമുഖം നിൽക്കുന്ന ഒരു സാഹചര്യവുമുണ്ട്. എന്തായാലും സന്ദീപ് പഥക്ക് ആം ആദ്മി പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവായിരുന്നു. ആം ആദ്മി പാർട്ടിയുടെ ഒരു ബുദ്ധികേന്ദ്രം തന്നെയായിരുന്നു സന്ദീപ് പഥക്ക്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സന്ദീപ് പഥക്ക് ഈ കേജ്രിവാളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിശ്വസ്തനായ ഒരു അനുയായി ആയിരുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, വളരെ അപ്രതീക്ഷിതമാണ് സന്ദീപ് പഥക്കിനെ പോലെയുള്ള ആൾ പാർട്ടി മാറി BJPയിലേക്ക് പോയത്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ആം ആദ്മി പാർട്ടിയുടെ 10 രാജ്യസഭാ MPമാർ, ഈ 10 രാജ്യസഭാ MPമാരിൽ 7 പേരും BJPയിലേക്ക് പോയത്. ഇത് പാർട്ടി നേതൃത്വത്തെ വല്ലാതെ ഞെട്ടിച്ചിരുന്നു. അതായത് രാഘവ് ഛദ്ദയുടെ നേതൃത്വത്തിലാണ് ഈ MPമാർ BJPയിലേക്ക് പോയത്. ആദ്യം രാഘവ് ഛദ്ദയും അതോടൊപ്പം തന്നെ 3 മറ്റ് MPമാരുമാണ് വാർത്താ സമ്മേളനം നടത്തി തങ്ങൾ പാർട്ടി വിടുകയാണ്, ആം ആദ്മി പാർട്ടി വിടുകയാണെന്നും BJPയിലേക്ക് പോവുകയാണ് എന്നും പ്രഖ്യാപിച്ചത്. തെറ്റായ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ശരിയായ മനുഷ്യരാണ് ഞങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആം ആദ്മി പാർട്ടി MPമാർ BJPയിലേക്ക് പോയത്. 3 പേരാണ് ആദ്യം പത്രസമ്മേളനം നടത്തി പ്രഖ്യാപിച്ചതെങ്കിലും 3-2 MPമാരുടെ പിന്തുണ ഞങ്ങൾക്കുണ്ട് എന്ന് പറയുകയും മണിക്കൂറുകൾക്കകം തന്നെ മറ്റ് 4 MPമാരും BJPയിലേക്ക് ചേർന്നു എന്ന് പറഞ്ഞുകൊണ്ട്, അങ്ങനെ കാണിച്ചുകൊണ്ട് രാജ്യസഭാ അധ്യക്ഷന് കത്ത് ആം ആദ്മി പാർട്ടി MPമാർ നൽകിയത്. 3-2 MPമാരും മറ്റ് പാർട്ടിയിലേക്ക് പോയത് കാരണം അവിടെ കൂറുമാറ്റൽ നിരോധന നിയമപ്രകാരം ഇവരെ അയോഗ്യരാക്കാൻ കഴിയില്ല, ഇവർക്കെതിരെ എന്തെങ്കിലും നടപടിയെടുക്കാനും കഴിയില്ല. സാധാരണഗതിയിൽ ഒരു പാർട്ടിയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടാൽ മറ്റു പാർട്ടികളിലേക്ക് പോയാൽ ആ ഒരു പാർലമെൻറ്റ് അംഗത്വം അല്ലെങ്കിൽ നിയമസഭാ അംഗത്വം അത് റദ്ദാക്കപ്പെടും, അയോഗ്യനാക്കപ്പെടും. പക്ഷേ അത് അങ്ങനെ ആകുന്നില്ല. കൂറുമാറ്റ നിരോധന നിയമപ്രകാരം ഈ 3-2 MPമാരും അല്ലെങ്കിൽ 3-2 അംഗങ്ങളും ഇങ്ങനെ കൂറുമാറുകയാണ് എങ്കിൽ അവർക്കെതിരെ നടപടി സാധ്യമല്ല എന്നുള്ള നിയമമുണ്ട്. അതനുസരിച്ചിട്ടാണ് ഈ MPമാർ 10 MPമാരിൽ 7 പേരും BJPയിലേക്ക് പോകുന്നത്. അത് BJPയെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടമായി മാറി. രാജ്യസഭയിൽ 7 MPമാരൊക്കെ ഒരുമിച്ച് കിട്ടുക എന്ന് പറഞ്ഞാൽ അത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടമാണ്. BJPയും NDAയും രാജ്യസഭയിൽ കേവല ഭൂരിപക്ഷത്തോട് അടുക്കുന്നു എന്ന ഒരു സൂചന അത് ഇപ്പോൾ ഈ 7 MPമാരുടെ വരവോടുകൂടി നൽകപ്പെടുകയാണ്. കൂടുതൽ MPമാരുടെ പിന്തുണ ഇപ്പോൾ BJPക്കും NDAയ്ക്കും ലഭിക്കുന്നു എന്നുള്ളതാണ്. 7 പേരും BJPയിലേക്കാണ് വന്നിട്ടുള്ളത്. അങ്ങനെ കത്ത് രാജ്യസഭാ അധ്യക്ഷൻ നൽകുകയും രാജ്യസഭാ അധ്യക്ഷൻ അത് അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട തിരിച്ചടി എന്നത് സന്ദീപ് പഥക്ക് പോയതുകൊണ്ടാണ്. സന്ദീപ് പഥക്കിനെതിരെ ഇത്രയധികം പക ആം ആദ്മി പാർട്ടിക്ക് ഉണ്ടാകാനുള്ള കാരണവും അതുതന്നെയാണ്. ഒരിക്കലും പാർട്ടി വിട്ടു പോകില്ല എന്ന് അരവിന്ദ് കെജ്രിവാളും സംഘവും വിചാരിച്ചിരുന്ന ഒരു നേതാവാണ് സന്ദീപ് പഥക്ക്. അതിൻ്റെ കാരണം രാഘവ് ഛദ്ദ പല ഘട്ടങ്ങളിലും പാർട്ടി നേതൃത്വവുമായി ഇടഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് പാർട്ടി നേതൃത്വവുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം രൂക്ഷമായ സാഹചര്യത്തിൽ പാർട്ടി വിട്ട് പോയേക്കാമെന്നൊരു സംശയം അരവിന്ദ് കെജ്രിവാളിന് തോന്നിയിരുന്നു. രാഘവ് ഛദ്ദ ആയിരുന്നു പാർട്ടിയുടെ രാജ്യസഭാ നേതാവ്. പക്ഷേ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു സംശയം ഉള്ളതുകൊണ്ട് തന്നെ രാഘവ് ഛദ്ദയെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി സന്ദീപ് പഥക്കിനെ നിയമിച്ചിരുന്നു. ഇത് രാഘവ് ഛദ്ദയും പാർട്ടിയും തമ്മിലുള്ള അകലം കൂട്ടിയെന്ന് മാത്രമല്ല, സന്ദീപ് പഥക്ക് ഒരു കാരണവശാലും പാർട്ടി വിട്ടു പോകില്ല എന്ന് കരുതിക്കൊണ്ടാണ് അരവിന്ദ് കെജ്രിവാൾ ഇങ്ങനെ ഒരു നീക്കം നടത്തിയത്. എന്നാൽ അത് പാളുകയായിരുന്നു. സന്ദീപ് പഥക്കിൻ്റെ നേതൃത്വത്തിൽ തന്നെ MPമാർ ഇങ്ങനെ BJPയിലേക്ക് പോവുകയായിരുന്നു. ഇതാണ്
ഏറ്റവും വലിയ തിരിച്ചടി ആം ആദ്മി പാർട്ടിക്ക് ഉണ്ടായത്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം ആം ആദ്മി പാർട്ടി മുഖ്യമന്ത്രിക്കെതിരെ സംഘടിതമായ ആക്രമണം ഈ പുറത്തുപോയ രാജ്യസഭാ MP-മാർ നടത്തിയിരുന്നു. പല പ്രധാനപ്പെട്ട വെളിപ്പെടുത്തലുകളും സ്വാതി മലിവാളും സന്ദീപ് പഥക്കുമൊക്കെ നൽകിയിരുന്നു. ആ വെളിപ്പെടുത്തൽ എന്ന് പറഞ്ഞാൽ മദ്യത്തിന് അടിമയാണ് പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാൻ. നിയമസഭയിൽ മദ്യപിച്ച് ലക്കുകെട്ട് പ്രസംഗിക്കുന്നതിൻ്റെ വീഡിയോ ദൃശ്യങ്ങളും അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് അമ്മയുടെ തലയിൽ കൈവച്ചുകൊണ്ട് ഇനി താൻ ഒരിക്കലും മദ്യപിക്കില്ല എന്ന് ഭഗവന്ത് മാൻ ഈ പ്രതിജ്ഞ ചെയ്യുന്നതുമുള്ള വീഡിയോകൾ കഴിഞ്ഞ ദിവസം ഈ സ്വാതി മലിവാളും സംഘവും പുറത്തുവിട്ടിരുന്നു. അതിൻ്റെ പിന്നിലും സന്ദീപ് മലിവാളാണ് എന്ന് പഞ്ചാബ് സർക്കാർ അല്ലെങ്കിൽ പഞ്ചാബ് മുഖ്യമന്ത്രിയും പാർട്ടിയും കണക്ക് കൂട്ടുന്നുണ്ട്. ഇതിന് ഒരു തിരിച്ചടി എന്ന നിലയിലാകാം ഇപ്പോൾ ഈ പുതിയ കേസുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. സന്ദീപ് പഥക്കിനെതിരെ ചില പരാതികൾ എഴുതി വാങ്ങിയതിന് ശേഷം FIR രജിസ്റ്റർ ചെയ്യുകയായിരുന്നു. ലൈംഗിക പീഡനവും അഴിമതിയും കള്ളപ്പണം വെളുപ്പിക്കലും അടക്കമുള്ള കുറ്റകൃത്യങ്ങൾ ഇപ്പോൾ സന്ദീപ് പഥക്കിനെതിരെ ചാർത്തിയിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന സൂചന. ജാമ്യം ലഭിക്കാത്ത കുറ്റകൃത്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ അറസ്റ്റ് ചെയ്ത് സന്ദീപ് പഥക്കിനെതിരെ പ്രതികാരം വീട്ടുക എന്ന ലക്ഷ്യമാണ് ആം ആദ്മി പാർട്ടിക്ക് ഇപ്പോൾ ഉള്ളത് എന്നാണ് സൂചന. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ FIRകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നതും ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്യാനായി അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതിയിൽ എത്തിയിരിക്കുന്നത്. മുൻകൂർ ജാമ്യം അടക്കമുള്ള നടപടിക്രമങ്ങളിലേക്ക് സന്ദീപ് പഥക്ക് ഉടൻ കടക്കുമെന്നും അദ്ദേഹത്തിനോട് അടുത്ത വൃത്തങ്ങൾ സൂചന നൽകുന്നുണ്ട്.